അങ്ങനെ നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇതുള്ളത്. നമ്മളവിടെ നിന്ന് ആ കടയിൽ നിന്ന് മിഠായിക്ക് മേടിച്ച് ലേസൊക്കെ മേടിച്ച് കഴിച്ച് നമ്മൾ ഈ വഴി ഇങ്ങോട്ട് പോകുന്നു. ആ മറ്റേ വഴി പോകാട്ടോ, അത് വേറെ റൂട്ടാണ്. അത് ഇനി ഒരിക്കൽ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. മുകളിലേക്ക് ഇങ്ങനെ കയറി പോവാണ്. ശരിക്കും നമ്മൾ മലയുടെ മുകളിലേക്ക് കയറുന്ന പോലെ തന്നെ. റോഡൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട്. ഒരുപാട് ദൂരമൊന്നും പോകുന്നില്ല, കുറച്ച് ദൂരം പോയിട്ട് നല്ല മനോഹരമായ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് അവിടെയുള്ള കുട്ടികളായിട്ട് അവർ താഴത്തേക്ക് ഇറങ്ങിപ്പോകാൻ തോന്നുന്നുണ്ട്. കാരണം നാളെ ഉദ്ഘാടനമല്ലേ, അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് പോകാൻ തോന്നണം അവർ. പിന്നെ നമ്മുടെ പിന്നാലെ ഒരു ചേട്ടനും പിന്നാലെ പോന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വണ്ടി നിർത്തിയില്ലേ, അവിടെ നിന്ന് കയറിയതാണ്. നമുക്കിതൊക്കെ കാണിച്ചിടാന്ന് പറഞ്ഞാൽ പിന്നാലെ പോകുന്നതാ കേട്ടോ, ജസ്റ്റ് വെറുതെ. നിങ്ങളിതാ ഈ വെള്ളം കണ്ടോ, ഇത് വളരെ ഫോഴ്സ് കുറവാണ്, കണ്ടാൽ അറിയായിരിക്കും. പക്ഷേ മഴ സമയത്ത് നമ്മൾ ജീപ്പ് കൂടെ വരുന്ന സമയത്ത് ഈ ഓപ്പോസിറ്റ് സൈഡ് വണ്ടി നിർത്തേണ്ട അവസ്ഥ, കാരണം തിരിച്ച് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, അത്രയും വെള്ളം വരും. അങ്ങനെ പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. വണ്ടിയോടെ നിർത്തിയിട്ട് പിറ്റേ ദിവസം പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പലവർക്കും. ഇത് കണ്ടോ, ജനവാസമുള്ളൊരു മലയാണ്, അതുകൊണ്ട് തന്നെ ഇത് നല്ല റോഡൊക്കെ അത്യാവശ്യം ഏകദേശമൊക്കെ വൃത്തിയാക്കിയിട്ട് നല്ല ഡയറക്റ്റ് റോഡാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ സൈഡിലൊക്കെ ആയിട്ട് വീടുകൾ, നല്ല വാർപ്പിൻ്റെ വീടുകളുണ്ട്, ഓട് വീടുകളുണ്ട്. നല്ല പണ്ടത്തെ രൂപത്തിലുള്ള വീടുകളൊക്കെ ഉണ്ട്. മുറ്റൊക്കെ അതുപോലെ നല്ല വൃത്തിയിലൊക്കെ ആക്കിയിട്ടുള്ള വീടുകളാണ്. നല്ല വൃത്തിയുള്ള വീടുകളാണ് കേട്ടോ, അല്ലാതെ വൃത്തിയില്ലാത്ത വീടുകളോ അങ്ങനെ മലയില്ലാന്ന് വെച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല. കണ്ടോ, നല്ല വൃത്തി, നല്ല നീറ്റായിട്ടുള്ള വീടുകളാണ് മുറ്റൊക്കെ. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പാക്ക് പിന്നെ ഇത് എക്സ്പീരിയൻസ് ഉള്ളതാണ് കേട്ടോ, അതുകൊണ്ട് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. കാരണം ഇവിടേക്ക് അവിടുന്ന് ആളുകളൊക്കെ കൊണ്ടുവരാറുള്ളതാണ് ഇപ്പം. നിങ്ങൾ ആ വീടിൻ്റെ മുറ്റത്തേക്ക് നോക്കും. സാധാരണ നമ്മൾ ഉള്ളൊരു വീടല്ല, അത് മലയിലുള്ളൊരു വീടാണെന്നോ അങ്ങനെയൊന്നുമില്ല. അതിന് മുറ്റൊക്കെ നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയിലില്ലേ. ഇവിടെ ഒരു വീടോ രണ്ട് വീടോ മൂന്ന് വീടോ ഒന്നും കേട്ടോ, ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ആ ഭാഗത്തൊക്കെ കാണുന്നുണ്ടാവും. ഇതിനേക്കാൾ കൂടുതൽ താമസിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് റോഡില്ലേ, ആ ഭാഗത്ത് ഇതിനേക്കാൾ ആളുകളുണ്ട്. ഇവിടെയൊക്കെ വീടുകളാണ് കേട്ടോ. ചെടികളൊക്കെ സൈഡിലൂടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അവർ. പിന്നെ ഈ വീടുകളുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് വെള്ളച്ചാട്ടമുണ്ട്, വെള്ളം ഒലിച്ചു പോകുന്ന ഒരു പുഴയാണ്. അങ്ങനെ നമ്മൾ ഇതാ ഇങ്ങോട്ട് പോകുന്നു മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അധികം ഹൈറ്റ് തോന്നുന്നില്ല, കുറച്ച് നിരപ്പായ സ്ഥലമായിട്ട് തോന്നുന്നുണ്ട്. ഇതുണ്ട് ഈ ഒരു ഭാഗത്തൊരു വീട്. ഇനി നമ്മൾ മുകളിലേക്ക് കയറി പോകുന്നില്ല. ഇനി നമ്മൾ ഈ വീടിൻ്റെ ഈ ഒരു താഴത്തേക്ക്, ഈ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ ഇതുപോലെ ഡയറക്റ്റ് റോഡല്ല, അവിടെ കല്ലും ഇതൊക്കെ നിറഞ്ഞ ഓഫ് റോഡാണുള്ളത്. ആ ഒരു ഭാഗത്ത് ഡയറക്റ്റ് ഇല്ല എന്നുള്ളൂ. റോഡൊക്കെ അത്യാവശ്യം ക്ലീൻ ആക്കിയിട്ടുണ്ട്, കല്ലൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുലുങ്ങി ഇട്ടിങ്ങോട്ട് എത്തുള്ളൂ. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ വെള്ളം കുറവാണെങ്കിൽ പോയി, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഇവർ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് അനിയത്തിമാരൊക്കെ, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം, നടന്നു പോകണം. കുറേ ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. ദൂരം എന്ന് പറയാനൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. അതുപോലെ നോക്കിപ്പോണം, വഴുക്കി വീണ് തലയിടിച്ച് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് വെള്ളം കുറവാണെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് വളരെ ഇഷ്ടമായി. ഇവിടെ നിന്ന് കാണുന്ന വെള്ളച്ചാട്ടം കണ്ട് നമ്മൾ അങ്ങോട്ടാട്ടോ പോകുന്നത്. അവിടെയും വെള്ളം ചാടുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് കൂടി ഇവിടെ നിന്ന് വെള്ളം ചാടി വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് നടന്ന് പോകുന്നു. നമ്മൾ ഈ ഭാഗത്ത് പോകുന്ന സമയത്ത് അങ്ങനെ അധികം ആഴമൊന്നുമില്ല, വെള്ളമില്ലാത്തതുകൊണ്ട് ആഴമൊന്നുമില്ല.
ഇങ്ങനെ നടന്ന് പോകും. അവിടെ മണൽ മാത്രമേ ഉള്ളൂ കേട്ടോ, അങ്ങനെ ആഴൊന്നുമില്ല അധികം. അവർ വേഗം കയറി ആ പാറയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കടന്നിട്ട് വേണം അപ്പുറത്ത് പോകാനായിട്ട്. ഈ ഒരു ഭാഗത്ത് വെള്ളം വരുന്നത് നോക്കും, പാറയിടുക്കുകളിലൂടെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വല്ല ചിത്രം വരച്ചതുപോലെ വെള്ളം ഇങ്ങനെ ചാടി വരുന്നു. റിച്ചു ആദ്യം കയറി പാറയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ഞാനും അച്ഛനും കൂടി ഈ പാറയുടെ മുകളിലേക്ക് കയറി. അധികം പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുറേ ഇങ്ങനെയൊക്കെ കയറിയിട്ട് അതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങോട്ട് നോക്കുക, ആ വെള്ളം വരുന്ന ഒരു ഭംഗി എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ശരിക്കും വല്ല സ്വിമ്മിംഗ് പൂളിൽ വെള്ളം വന്ന് ചാടുന്ന പോലെയുണ്ട്. അങ്ങനെ അധികം പാറയും മണലും മാത്രമേ ആ ഭാഗത്തുള്ളൂ. ഈ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് വന്ന് കുളിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. പക്ഷെ മലൻ്റെ മുകളിൽ വന്നിട്ട് ആരും കുളിക്കുന്നില്ല, ഇവിടെ ഉള്ളവർ വന്ന് കുളിക്കാനുണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാവരും ഇതാ ഇങ്ങനെ നടന്നു പോകുന്നു. എങ്ങോട്ടാണെന്നോ, അത് അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ടാണ് പോകുന്നത്, ആ വെള്ളച്ചാട്ടത്തേക്ക്. ഉപ്പ താഴെ പാറൻ്റെ അവിടെ ഇരുന്നു. ഞങ്ങൾ പോകുന്നത് നോക്കിയിട്ട് ഞങ്ങളെ കൂടെ ചേട്ടൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് താഴെ ഇരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പിന്നാലെ പോരും. ആ ചേട്ടൻ ഇവിടെയുള്ള താമസിക്കുന്ന ചേട്ടൻ തന്നെയാണ് ഈ മലയുടെ മുകളിൽ. പിന്നെ അവർക്ക് പ്രത്യേകിച്ച് അറിയാലോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ. ഉപ്പൊക്കെ അറിയും, പക്ഷേ ആ ചേട്ടന് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ അടിയിൽ പോയി നിന്നാൽ നനയില്ല എന്നും അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയുണ്ടാവുന്നൊക്കെയാണ് പറയുന്നത്. ഉപ്പ കണ്ട താഴെ പാറൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ചേട്ടനുള്ളത് കൊണ്ടാണ് ഉപ്പ വരാത്തത്. കണ്ടില്ലേ മനോഹരമായ സ്ഥലം. ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വന്നിട്ട് എൻ്റെ നാടായിട്ട് പോലും ഞാൻ കാണുന്നത്. ഇവരൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ പറയുന്നത് ഇതൊക്കെ എന്ത് ഭംഗിയെന്നാണ് പറയുന്നത്, ഇതിനേക്കാൾ വെള്ളം ഉണ്ടാവും, ഇതൊക്കെ വെള്ളം കുറവാണല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കിത് വളരെ മനോഹരമായിട്ട് തോന്നി. ഇത് കണ്ട് താഴത്തേക്ക് ഒലിച്ചു പോകുന്നത്. നമ്മളിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന വെള്ളം വരുന്നതൊക്കെ. നമ്മൾ താഴെ കണ്ട വെള്ളം ഇവിടുന്ന് വരുന്ന വെള്ളമാണ്. ഇവിടുത്തെ ശക്തി കുറഞ്ഞാൽ പിന്നെ ഓൾറെഡി അവിടെ ശക്തി കുറയില്ലോ. അങ്ങനെ അച്ഛവും അനിയത്തിയും കൂടി റിച്ചും അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നാലെ മറ്റോളും അച്ഛൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ട് നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് അതിനപ്പുറത്ത് ആപത്തുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മലമുകളിലൊക്കെ ആകുമ്പോൾ വല്ല മൃഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഒന്ന്. പിന്നെ അതുപോലെ ഈ വെള്ളം ചാടുന്നത് കൊണ്ട് തന്നെ നല്ല വഴുക്കലുണ്ടാകും. നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ പാറേൻ്റെ തലയിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ കഥ അതോടുകൂടി തീരുന്നതായിരിക്കും. അങ്ങനെ അച്ചു വരെ പിന്നാലെ പോയിട്ടുണ്ട്. അവളോട് കല്ലുമ്മ ചവിട്ടേണ്ട വഴുക്കും, അപ്പോൾ മണലിൽ ചവിട്ടി പോയാൽ മതി പറഞ്ഞിട്ട് വളരെ സൂക്ഷിച്ച് തന്നെ പോകുന്നുണ്ട്. വഴുക്കണ്ട, തല കുത്തി പോകും. മണ്ണ് ചവിട്ടാ വഴുക്കും. വഴുക്കും, മണ്ണ് ചവിട്ടി പോണ്ട. വഴുക്കും മേമിന് പോയാൽ മതി. അച്ചു കുറച്ചും കൂടെ അകത്ത് പോകാൻ ആഗ്രഹമായിരുന്നു. പക്ഷേ അവിടെ നല്ല ഒഴുക്കിലുണ്ട്. മാത്രമല്ല ചിലപ്പോൾ പെട്ടെന്ന് ശ്വാസം കിട്ടാതാവും ചിലവർക്കൊക്കെ. അങ്ങനെ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു പോന്നു. മെല്ലെ ഇരുന്ന് പോരെ. ഇവനാണെങ്കിൽ അവിടുന്ന് വിളിച്ചിട്ട് പോരുന്നില്ല. അവൻ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ തലയിൽ വെള്ളമായിട്ടില്ല. അപ്പോൾ അവൻ ചെയ്യാണ് അവിടുന്ന് കുറച്ച് വെള്ളം എടുത്ത് തലയിലാക്കുക. ഞാൻ പനി പിടിക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല, കുറച്ച് വെള്ളം എടുത്ത് തലയിലാക്കുക. അതാണ് അവൻ്റെ പരിപാടി. എന്ത് രസമാണ് അത് കാണാനായിട്ട്. വലിയൊരു വെള്ളച്ചാട്ടമൊന്നുമല്ല, പക്ഷേ ഒരു മിനി വെള്ളച്ചാട്ടം, നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ്. വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടുന്ന് പോരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പോരുക എല്ലാതും നിവൃത്തിയില്ലല്ലോ. ഇനി നമ്മൾ പോകുന്നത് തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. ഈ നടന്നു പോകുന്നത് നമ്മൾ അങ്ങോട്ടാണ് കാണിച്ചത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്.
അങ്ങനെ നമ്മൾ പോകുമ്പോൾ റിച്ചുവിനെ അങ്ങോട്ട് തിരിച്ചാക്കിയതുപോലെ ചെറിയ കുട്ടിയുണ്ടായിരുന്ന അനിയത്തിൻ്റെ അവളെയും അതുപോലെ തിരിച്ചാക്കി. ആ ചേട്ടനില്ലേ അവരെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് കയറിപ്പോയി മുകളിലേക്ക്. ഇതുപോലെ ചെറിയൊരു വഴി ആളുകൾ നടന്നിങ്ങനെ വഴിയായിട്ടുണ്ട്. ആ ചേട്ടൻ എന്താ കുട്ടിനെ കൊണ്ട് പോകുന്നുണ്ട് അങ്ങോട്ട്. നമ്മളിതായി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറി പോകണം കേട്ടോ. അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര ഭംഗിയില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്കത് ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി വെള്ളമുള്ള സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് ഒരു ദിവസം വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള പാലം ഇവരിവിടെ ഉണ്ടാക്കി വെച്ചതാണ്. വെള്ളമൊക്കെ നന്നായിട്ട് വരുന്ന സമയത്ത് ഇനി വെള്ളമില്ലെങ്കിലും ഭയങ്കര ആഴമില്ല, താഴത്തേക്ക് നോക്കൂ. അപ്പോൾ അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെറിയൊരു പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പാലം, നല്ല ബലമുള്ള പാലം കേട്ടോ. നമ്മുടെ കവുങ്ങൊക്കെ കൊണ്ട് വെച്ച് ഉണ്ടാക്കി തോന്നുന്നുണ്ട്. അനിയത്തി അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. ഞാനൊന്നും പോയിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അത് കണ്ടോ നല്ല പാറകളാണ്, ശരിക്കും കൂർത്ത പാറകൾ. അഥവാ നമ്മളങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ, അഥവാ ഈ പാലം പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് ചിന്തകളാണ് എൻ്റെ കയ്യിലുള്ളത്. അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പോവില്ലേ, നമ്മൾ തലയടിച്ച് വീഴില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു. അങ്ങനെ അച്ചു അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് താഴെ പോയ റിച്ചു തിരിച്ച് വന്നിട്ടുണ്ട്. അവനക്കും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അയച്ചില്ല. അവൻ കുറേ വാശി പിടിച്ചു, പക്ഷെ പോകണ്ടെന്ന് പറഞ്ഞു. അഥവാ അങ്ങനെ കാല് തെറ്റി വീണിട്ടുണ്ടെങ്കിൽ താഴെ കിടക്കും. അച്ചു ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ ലോങ് വീഡിയോയിലില്ല, ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പാലത്തിൻ്റെ മുകളിലൂടെ കയറി വരുന്നത്. പിന്നെ ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങളും വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇങ്ങോട്ട് വരിക എന്നുള്ളത് അങ്ങനെ എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിലുള്ളവർക്ക് മാത്രമേ ഇങ്ങോട്ട് വരാൻ സാധിക്കുള്ളൂ. പിന്നെ അതുപോലെ ഇവിടെ റിസോർട്ടുകളുണ്ട്. റിസോർട്ടിൽ താമസിക്കുന്നവർക്ക് അങ്ങനെ വരാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ആർക്കും വരുമ്പോൾ ഇവിടുന്ന് പെർമിഷൻ എടുത്തിട്ട് ഇങ്ങോട്ട് കയറാൻ സാധിക്കുള്ളൂ. കാരണം ഇവിടെ ജനവാസ മേഖലയാണ്, വളരെ അധികം പേരൊന്നുമില്ല. ഇവരുടെ കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവരുടെ നാടും വീടും വളരെ വൃത്തിയുള്ളതാണ്. മലിനമാക്കാൻ ആളുകൾ എന്തായാലും ഒരാൾ വരും, അടുത്ത ആൾ വരും. ഇത് മലിനമാക്കിയിട്ടേ പോവുള്ളൂ, ഇത് നശിപ്പിച്ചിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് ആരെയും ഇങ്ങോട്ട് അങ്ങനെ കടത്തിവിടില്ല. 1-2 പേര് വരുന്നതല്ല പ്രശ്നം, 1-2 എന്നുള്ളത് അത് 100 ആവും. അങ്ങനെ അധികം പേരൊന്നും ഇങ്ങോട്ട് വരാൻ ആരും അയക്കുന്നതല്ല. പെർമിഷൻ വേണം ഇങ്ങോട്ട് വരാനായിട്ട്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും സ്ഥലം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് വരിവരിനായിട്ട് എല്ലാവരും ഞാനേ പോകുന്നുള്ളൂ എന്ന് കരുതും. അങ്ങനെ ഈ ഞാനേ പോകുന്നുള്ളത് 1, 2, 3 എല്ലാവരും കൂടിയും ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വരും. അവിടെ പ്ലാസ്റ്റിക് ബോട്ടിലിടും, അവിടെയുള്ള മരങ്ങൾ നശിപ്പിക്കും, വെള്ളം നശിപ്പിക്കും. പിന്നെ പല അപകടങ്ങളും ഉണ്ടാവും. അതൊക്കെ പിന്നെ വീഡിയോ ഇട്ട ആൾക്കാർക്കും പ്രശ്നം വരിക. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ പെർമിഷൻ എടുക്കാതെ ഇങ്ങോട്ട് കയറാൻ സാധിക്കുന്നതല്ല. ഇവിടെ ഉള്ളവർക്ക് വരാം, ഇവിടെ അറിയുന്നവർക്ക് പിന്നെ അവരെ അങ്ങനെ കൊണ്ടുവരാനൊക്കെ സാധിക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ താഴത്തേക്ക് ഇറങ്ങി, നമ്മൾ ആദ്യം പോയ ആ ഭാഗത്തെത്തി. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. ഉപ്പയും ആ ചേട്ടനും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഇനി വെള്ളം ചാടുന്ന മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാം. ഈ വെള്ളം ഒഴുകി പോകുന്നൊരു ഭാഗത്ത് തന്നെയാണ്, പക്ഷെ അവിടെ വെള്ളമൊന്നുമില്ല. എന്നാലും ഒന്ന് പോയി നോക്കാം, നമുക്ക് കണ്ടിട്ട് പോവാം. ഇത് കണ്ട ഈ ഒരു ഭാഗത്തായിട്ട് കാടുകളാണ്. ചിലപ്പോൾ വല്ല കുരങ്ങന്മാരെന്തായാലും ഇവിടെ ഉണ്ട്. വല്ല പുലിയോ ആനയോ അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വെള്ളം വരുന്ന ഭാഗം തന്നെ ഇട്ടോ. അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കട്ടെ. അത് കണ്ട അധികം വെള്ളമൊന്നുമില്ല, എങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പാറമൊക്കെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റുന്നൊരു നല്ലൊരു പ്ലേസാണ്. ഒരു ശാന്തമായ അന്തരീക്ഷം എന്നൊക്കെ പറയില്ലേ, മനസ്സിനെ കുളിർമ കിട്ടുന്നൊരു സ്ഥലം, നല്ല സമാധാനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കൂടെ വന്നിരിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ടത്. നമുക്കിതിൻ്റെ അടുത്തുനിന്ന് പോയിട്ട് എങ്ങോട്ട് നോക്കാം. നല്ല വൃത്തിയുള്ള പാറ. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഇരുന്നു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ അധികം ആടൊന്നുമില്ല, അവിടെ പോയി കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇത് കണ്ട അവിടുന്ന് വെള്ളം ചാടുന്നത്, നമ്മൾ നേരത്തെ കണ്ട വെള്ളം ചാടുന്നത് തന്നെയാണിത്.
നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ നേരെ താഴത്തേക്ക് പോയി. നമ്മൾ ജീപ്പ് കൊണ്ട് വരുന്ന സമയത്ത് കണ്ടില്ല, അവിടുന്ന് വന്ന് പിന്നെ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ അവിടേക്ക് എത്തും. പിന്നെ നേരെ അങ്ങനെ പോകുന്നു. അത് ഡാമിലേക്ക്, കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് എത്തുന്ന വെള്ളമാണ്. അങ്ങനെ ഞങ്ങൾ വേഗം തിരിച്ചു പോകുന്നു കേട്ടോ. കാരണം ഇപ്പോൾ അവിടുന്ന് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു, വേഗം വരാൻ പറഞ്ഞിട്ട്. ഞങ്ങളങ്ങനെ വേഗം പോയി. ഈ കാണുന്ന പൈപ്പൊക്കെ കണ്ടോ, ആളുകൾക്ക് വെള്ളം പോകാനുള്ള പൈപ്പാണ്. മലയിൽ നിന്നൊക്കെ മുകളിൽ നിന്ന് ഇങ്ങനെ ഉറവ വെള്ളം ഉണ്ടാവും, നേരെ ഇട്ട് കൊടുത്താൽ അവർക്ക് വെള്ളമൊക്കെ എത്തുന്ന പൈപ്പാണിത്. അത് കണക്ട് ചെയ്ത് കൊണ്ട് വെക്കും. ഫുൾ ടൈപ്പ് ഉണ്ടാവും, ഏത് കാലത്തും ആ വെള്ളം ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകാൻ കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ കയറി ഞങ്ങൾ തിരിച്ചു പോന്നു. ഇവിടുന്ന് ഇനി പോവാണ്. ഇനി എന്തെങ്കിലും മഴയുള്ള സമയത്ത്, വരാൻ പറ്റുന്ന സമയത്ത്, നല്ല വെള്ളമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു വീഡിയോ കൂടി എടുക്കാൻ വരണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അത് മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നു. അങ്ങോട്ട് പോകുമ്പോൾ കയറ്റി ചെയ്ത്, ഇങ്ങോട്ട് വരുമ്പോൾ ഇറക്കം. ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിച്ച് പോരാനുള്ളത്, അല്ലെങ്കിൽ പണി കിട്ടും. നമ്മളിങ്ങനെ ഇറക്കത്തേക്ക് പോകുമ്പോൾ നല്ല സുഖമാട്ടോ. മുകൾക്ക് കയറുന്ന പോലെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ പിടിച്ചിരിക്കണം, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകും. അങ്ങോട്ട് മുകൾക്ക് കയറുമ്പോൾ പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ കുലുങ്ങി പുറത്തേക്ക് വീഴുകയും ചെയ്യും. ഇത് കണ്ട അവിടെ വീടുകളൊക്കെ ഉണ്ടല്ലേ, നല്ല വൃത്തിയുള്ള വീടുകൾ. ശരിക്കും ഇത് കണ്ട മലയെന്നൊന്നും പറയില്ലല്ലോ, കാരണം നല്ല വൃത്തിയുള്ളൊരു ഭാഗമാണിത്. അങ്ങനെ നമ്മൾ ഇന്ന് തുടങ്ങിയ വീഡിയോയുടെ സ്റ്റാർട്ടിങ് എത്തിയിട്ടുണ്ട്. ഈ ചേട്ടൻ ഇവിടുന്ന് കയറിയതായിരുന്നു, അവിടെ തന്നെ നമ്മൾ ഇറക്കി വിട്ടു. അങ്ങനെ നമ്മൾ തിരിച്ചതാ പോകുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മലയിൽ നിന്നൊക്കെ താഴെ ഇറങ്ങി കടയിലേക്ക് വന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് തിരിച്ച് പോകണം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇതെല്ലാം റിസോർട്ട് കാഞ്ഞിരപ്പുഴ കയറ്റി. അവിടെ വേറെ റിസോർട്ടുകളുണ്ട്.